എന്റെ തൊണ്ട വരകളെന്ന് എനിക്ക് കൂൾ ഡ്രിങ്ക്സും പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചു തരുമോ? കലൂർ സ്റ്റേഡിയത്തെ IPL മാച്ച് നടക്കൂല്ലേ വാങ്ങിച്ചു തരാൻ ഏത് പരിപാടി കളിയില്ലേ? ഏത് കളി? കളി കാണാൻ പോയല്ലോ നമുക്ക് കളി കാണാൻ പോയല്ലോ. എനിക്കിതിനൊരു ബൈക്ക് കൗണ്ടർ പറയണമെന്നുണ്ട്. അത് പറഞ്ഞാൽ ഇയാൾക്ക് അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എന്നിൽ തന്നെ അതങ്ങ് അടങ്ങി തീരത്തി കേട്ടോ. എന്തോ ഒരു മണ്ടത്തരം പറയണല്ലോ ഉണ്ടല്ലേ. എന്താണ്? ഞാൻ ഈ കോലിനകത്ത് ഒരു പഴം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ പഴം? ഈ പഴം അങ്ങ് എടുത്തോളൂ രാജൻ. പ്രോപ്പർട്ടി എടുക്കാൻ മറന്നിട്ട് കോലിനകത്ത് പഴം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷെ എനിക്കും വിശക്കണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു പഴം കൊണ്ട് എങ്ങനെ നമ്മള് 3 പേര് കഴിക്കുന്നു പറ. അതിനും വഴിയുണ്ട് രാജൻ. വഴി ഈ വാള് കൊണ്ട് മുറിക്കാം. ഉദ്ഘാടനമാവട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് മുറിച്ച് കഴിച്ചേക്കാം. ഞാൻ ചവിട്ടി പിടിക്കണോ? പോണില്ല. എന്റെ രാജൻ മന്ത്രി ട്രൈ അതിന്റെ അറ ഊര്. അറിയൂരാഞ്ഞിട്ടാണ് സംഭവം. ചെറിയ പഴമല്ലേ, 3 വായിച്ചാ പോരെ? 3 മതി. അതിന്റെ സെറ്റിംഗ് നോക്കി. വൈഫൈ ഉണ്ടാവോ? ഏട്ടൻ ഒരു പഴം മുറിച്ച് തരാൻ പറ്റുമോ? ചെറിയ പഴം. പഴമായിട്ടിരിക്കുന്ന എന്നോട് തന്നെ ചോദിക്കണം നീ. അതിലും വലിയ പഴത്തിന്റെ അടുത്താ ചെന്ന് ചോദിച്ച പഴം മുറിക്കാൻ പറ്റുമോ? എന്നാ വാളാണോ തന്റെ അളിയം കൊടുത്തു വിട്ടത്? ഒരു പഴം ഇത് മുറിയുന്നില്ല. ബിവറേജിന്റെ ഷട്ടർ ഇട്ടേ. രാജനൊന്ന് മനസ്സിലാക്കണം, ഇത് പഴം മുറിക്കാനുള്ള വാളല്ല, ഇത് തല കൊയ്യാനുള്ള വാളാണ്. പറഞ്ഞിപ്പോടാ രക്ഷപ്പെടാൻ നോക്ക്. രാജൻ പറഞ്ഞിപ്പോടാ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആണോ? എന്നാ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കാം. എന്താ? മെസ്സേജ് സെൻഡിങ് ഫെയിൽഡ്. അപ്പൊ പോയിട്ടില്ലെന്ന് വിചാരിച്ചത് അവര്. രാജൻ, നമുക്ക് നമ്മുടെ രാജ്യവും കിരീടവും ചെങ്കോലും രാജസിംഹാസനവും എല്ലാം പണയം വെക്കേണ്ടി വരും രാജനീ. എങ്കിൽ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് മഹാറാണി, രാജ്യവും കിരീടവും ചെങ്കോലും എല്ലാം പണയം വെക്കുന്നതോടൊപ്പം എന്നെയും അങ്ങ് പണയം വെച്ചേക്കണം. മഹാറാണി, സ്വന്തം രാജ്യങ്ങൾക്കും പ്രജകൾക്കും വേണ്ടി സ്വന്തം ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായ അങ്ങയുടെ ഈ മനസ്സ് ഞാനിന്ന് തൊട്ട് മ്യൂസിക് വന്നില്ല, അത് ഹമ്മിങ് കിട്ടാം. ഹലോ, ഇത്ര സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. അതെന്നാ മനുഷ്യ, ഈ രാജ്യത്ത് കടന്ന് നിങ്ങളോട് ജീവിച്ച് ഞാനങ്ങ് മടുത്ത്. നീ അടുത്ത രാജ്യത്ത് പോയി അവിടുത്തെ രാജാവിന്റെ കൂടെ അടിച്ച് പൊളിച്ച് എനിക്ക് ജീവിക്കണം. മഹാറാണി, വിടരുത് രാജൻ, വിടരുത് രാജ്ഞി, വിടരുത്, വിടരുതെന്ന്. പൂവണി പൊടന്നു കൊടുക്കും. അതെന്താ? പൂവണി പൊടന്നേ. എന്നായാലും ഇവര് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറങ്കികൾക്ക് ആണ്ടിൽ ചങ്ങരാന്നിന് 1-2 യുദ്ധമേ ഉള്ളൂ. ഇവള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറങ്കികളായിട്ട് ഡെയിലി യുദ്ധമായിരിക്കും. സ്കിറ്റിന്റെ ഇടയിൽ നമ്മൾ അവിടെ ഇരുന്ന് ചിരിക്കണ്ടായി സുരാജേട്ടാ. ഇൻ ബിറ്റ്വീൻ ഇവരും ഇവിടെ അത്തള കളിച്ചുകൊണ്ടിരുന്ന് ചിരിക്കായിരുന്നു അല്ലേ? ചിരി പൊട്ടിയോ ഇടയില്? ഇടയ്ക്ക് ചെറുതായി. സുരാജേട്ടാ, ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രാജ്യത്തിനെ കുറിച്ചോ പ്രജകളെ കുറിച്ചോ യാതൊരുവിധ ഐഡിയയും ഒന്നുമില്ലാത്ത ഒരു രാജാവ്, ഒരു കണ്ണാപ്പൻ രാജാവ്. യുദ്ധം നടന്നപ്പോ ചിരിച്ചു മരിക്കുകയാണ് പുള്ളി. ഒരു ഐഡിയ ഇല്ലാത്ത രാജാവ് ഭംഗിയായിരുന്നു. രാജാവ് അടിപൊളിയായി. അതുപോലെ തന്നെ മന്ത്രി തകർത്ത്, ഒപ്പത്തിനൊപ്പം രാജ്ഞിയും പൊളിച്ചു. സജീവണ്ണൻ പിന്നെ സേനാനായകൻ വന്ന്. നിങ്ങളുടെ ആ ടോണൊക്കെ ഭയങ്കര രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹനൻ ചേട്ടന്റെ. അതുപോലെ തന്നെ രാജാവ് എടുത്തു പറയണം, ഒരു രക്ഷയില്ല. അങ്ങരുടെ ഒരു ശൈലിയിൽ അതിനെ ഗംഭീരമാക്കി. നല്ല കൗണ്ടർ. ഇത് തന്നെ പറയണ്ടല്ലോ. അരുൺ ഏതിൽ വന്നെങ്കിലും അസലായിരുന്നു. എല്ലാവരും പൊളിച്ചു. രാജാവായിട്ട് എന്തെങ്കിലും ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? സ്റ്റേജില് ഒരുപാട് രാജാവ് കളിച്ചു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? രസകരമായിട്ടുള്ള എന്തെങ്കിലും? അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. നെൽസൺ ചേട്ടാ, എന്തെങ്കിലും ഓർത്ത് പറയാനുണ്ടോ? ഞാൻ ആഹാബ് രാജാവായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പള്ളിയില് ബൈബിൾ നാടകത്തില്. അതിന് നിങ്ങൾ പറഞ്ഞ അധികമാണ്. യഹോവയെ ആരാധിക്കുന്ന ഒരു പക്ഷം ജനങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നു. നമുക്ക് യഹോവയെ പുച്ഛമാണ്.
ഈ നാടകം കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. രാജാവ് മാറി 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 ഓരോ കാലത്തായിട്ട് ഇങ്ങനെ. അപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ ആയപ്പോൾ ഞാൻ രാജാവായി. അതിനു മുമ്പ് ടൈറ്റസ് എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു രാജാവായിട്ട്. അദ്ദേഹം ചിരിക്കുന്നത് നമ്മളെല്ലാം ഇങ്ങനെയല്ലേ ചിരിക്കുന്നത്. അങ്ങനല്ലേ ചിരിക്കുന്നേ, താഴേന്ന് മേലോട്ട്. പുള്ളി ചിരിക്കുന്നത് മേളിൽ നിന്ന് താഴോട്ട് ചിരിക്കുന്നത്. അതെങ്ങനെയാ? താഴോട്ട് ചിരിക്കുന്നു. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ടോട്ടൽ? അടിപൊളിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ബിൽബിൻ അല്ലേ, ചേട്ടനാണോ എന്റെ പ്രായമുള്ള മനുഷ്യനാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഗെറ്റപ്പ് ഒക്കെ ആവുന്നോണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല. കുഞ്ഞാല്ലേ? അപ്പൊ മോനെ ബിൽബിൻ, നിന്റെ പെർഫോമൻസ് ചേച്ചിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി കൗണ്ടർ ആയിരുന്നു. എനിക്ക് പുള്ളി മറ്റേ നിങ്ങളുടെ കുറച്ചുകൂടെ കിടന്നിട്ട് എന്നിട്ട് പറയണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ കുണ്ടിതപ്പെടണ്ട ഇഷ്ടപ്പെട്ടു. രൂപരേഖയുടെ സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ സൗപർണിക ആണെങ്കിലും ശരി, പെണ്ണുങ്ങൾക്ക് പൊതുവെ ഇവരുടെ കൂടെയൊക്കെ നമുക്കിങ്ങനെ കൗണ്ടർ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. നന്നായിട്ട് സൗപർണിക അത് മാനേജ് ചെയ്തു, ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിച്ചു. ആൻഡ് അരുൺ ആസ് ഓൾവേസ് ഭയങ്കര എന്താ പറയാ, സ്ട്രെങ്ത് ഓഫ് ദ സ്കിറ്റ് ആയിരുന്നു. എനർജി അരുണിന്റെ ആ ഒരു എനർജിയാണ് സ്കിറ്റ് മുഴുവൻ പിടിച്ചു നിർത്തുന്നത്. താങ്ക് യു സോ മച്ച്. അല്ല, ഞാൻ സംശയം, എല്ലാരും ഇതൊക്കെ കെട്ടി ചിരിക്കുന്നു, കൈയടിക്കുന്നു, സുമേഷ് മാത്രം ഇങ്ങനെ ചിരിക്കാതെ. അപ്പൊ നമുക്ക് സുമേഷിനെ കൊണ്ട് ചിരിപ്പിക്കണ്ടേ? സുമേഷ് എന്തോ ഒരു കോമഡി പറയാൻ പോവാ. അല്ല, സുമേഷിക്ക് വാ. ടാസ്ക് കൊടുക്കാനാന്ന് തോന്നുന്നല്ലേ? സുമേഷ്, ഇതിനു മുമ്പ് നീ രാജാവായിട്ട് വല്ലതും വേഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ രാജാവായിട്ടൊന്നും ചെയ്യാവോ ചെറുതായിട്ട്? എന്ത് ഒരു ഡയലോഗ് പറഞ്ഞു തന്നാൽ രാജാവ് പറയുന്ന പോലെ. ചേട്ടാ, അവിടെ എന്തോ ഒരു ആൾക്കാരുണ്ട്, അവരെ വിളിക്കാൻ മേലായിരുന്നു. ഈ രാജാവിന് ഇനി നമ്മുടെ ഡയലോഗ് കൊടുക്കണം. ഒരു വാള് പ്രോപ്പർട്ടിയും കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പം താങ്ക് യു സോ മച്ച്. ഇനി ഇദ്ദേഹത്തിന് ഞങ്ങളൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ. അപ്പം താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഒരു വാള് ചോദിച്ചപ്പോ ഒരു കിരീടവും കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു കോംപ്ലിമെന്ററി, ഒരു ആഡ് ഓൺ വേണോ? ഒരു അഗ്നിയും കൂടെ വേണോ? അതവൻ വേണ്ടെന്ന് പറയത്തില്ല. സുമ ചുമന്നു കഷിയാണ് സുമ. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. സുരാജേട്ടൻ പറയണു രാജ്ഞിയായിട്ട് അവിടെ നവ്യ ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നുണ്ടല്ലോന്ന്. അപ്പൊ സുരാട്ടൻ രാജാവായാ മതി. അല്ല, എന്നാ സുരാജേട്ടനും നവ്യ ചേച്ചിയും കൂടെ വരൂ. അതാ നല്ലത്. ഫാമിലി ഹിറ്റ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു കോസ്റ്റ്. ഇത് കയ്യിൽ പിടിച്ചാ മതി. ഇത് ഞാൻ വെച്ച വലിയ വ്യത്യസ്തത കാണൂല. കാര്യം വെച്ചാൽ രാജാവിന്റെ ലുക്ക് ഉള്ളതുകൊണ്ടേ. അപ്പൊ എങ്ങനെയുണ്ട് ഈ രാജാവ്? സൂപ്പറാണോ? വെഞ്ഞാറുമൂട് ദേശം വാഴുന്ന സുരാജ രാജാവ് എഴുന്നള്ളട്ടെ. പിള്ളേർക്ക് അരിവാങ്ങാൻ എന്തൊക്കെ ചെയ്യണമല്ലേ? ഇനി എന്താണ് മീൻസ്? ഇത്രയേ ഉള്ളൂ. പ്രത്യക്ഷമായ ഈ മണിമേടയിൽ നിന്ന് എന്നോട് ആക്രോശിക്കാൻ നിന്റെ ഖണ്ഡനാളം ഉയർന്നാൽ മുതിര ഉരുളും പോലെ നിന്റെ ശിരസ് കട്ട കൊക്കിട്ട മുട്ട പോലെ കിടന്നുരുളും. കഴിഞ്ഞ ആദ്യം ഇതിന്റെ അർത്ഥം പറയാം. എനിക്ക് അർത്ഥം പറയാതെ അഭിനയിക്കാൻ പറ്റില്ല. നാച്ചുറൽ എനിക്ക് ഇതിന്റെ ഫുൾ അർത്ഥം വേണം, എന്നാലേ എനിക്ക് ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ എനിക്ക് തന്ന ആളിനോട് പറയണം. ഓരോന്നോരോന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പ്രത്യക്ഷമായ ഈ മണിമേടയിൽ ഈ നിന്ന്, മണിമാളികയിൽ നിന്നിട്ട് നമ്മോട് ആക്രോശിക്കാൻ എന്നോട് ആക്രോശിക്കാൻ നിന്റെ ഖണ്ഡമുയർന്നാൽ മുതിര ഉരുളും പോലെ മുതിര ഉരുളും പോലെ നിന്റെ ശിരസ് കട്ട കൊക്കിട്ട മുട്ട പോലെ കട്ട കൊക്കിട്ട ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാലം ഭാഷയാണ്. ചേട്ടാ കൊക്ക് കട്ട കൊക്കിട്ട മുട്ട പോലെ കിടന്നുരുളും. നല്ലപോലെ ഉരുളുന്നുണ്ട്. അതല്ല, നിങ്ങളും മെഴുകുന്നുണ്ട്. ഞാൻ ഉരുളുന്നില്ല. കഴിഞ്ഞവിടെ വീട്ടിൽ പോയി എനിക്ക് മനസ്സിലാവാത്ത രാജ്ഞിയായിട്ടാണ് വിളിച്ചത്. രാജ്ഞിക്ക് എന്താ ഇത് പറഞ്ഞൂടെ? പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാജാവല്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇല്ല അത് ചെയ്തേ പറ്റൂ. ശരി, രാജാവ് രാജ്ഞിയെ ഒരുമിച്ച് ചേർത്തു.
പ്രതിയുടെ പ്രത്യക്ഷമായ ഈ മണിമേടയിൽ നിന്ന് മണിമേടയിൽ നമ്മോട് ആക്രോശിച്ചാൽ ഇനി നിന്റെ ഖണ്ഡമുയർന്നാൽ കണ്ടമുയർന്നാൽ മുതിര ഉരുളും പോലെ ഒക്കിട്ട കട്ട പോലെ ഒക്കിട്ട മുട്ട പോലെ ഉറപ്പിച്ച് പറഞ്ഞോ ഒക്കിട്ട മുട്ട ആവണ പോലെ ഒക്കിട്ട മുട്ട പോലെ. ഇനി നെൽസേണനുള്ള ഗെയിമാണ്. ഈ ഡയലോഗ് പ്രഭു ഇത് ഒറീസ പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രമാനുനന്ദി. ഹരിരാമ അങ്ങനെ ഹരിരാമ എന്ന് ചൊല്ലിയിരിക്കാൻ പറ്റുന്നില്ല. രാമ 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 അതല്ല. ഹരിരാമ ജയ് പ്രഭു ഹേയ് പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു ഇച്ചിരി എളുപ്പം. നഴ്സറിയിലെ കുഞ്ഞല്ലേ ഓരോ ഹരിരാമകൃഷ്ണ ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ല എനിക്കിത് വേണം. ശരി ശരി അണ്ണ പറ. ഹേയ് പ്രഭു നിൽസിയുടെ മുഖം കണ്ടോ? ഹേയ് പ്രഭു ഹേയ് പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി. ഹരിരാമകൃഷ്ണ ജഗന്നാഥ ബ്രഹ്മാനന്ദി. ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയാ? ഹേയ് ക്യാ ഹുവാ? ഹേ ക്യാ ഹുവാ? ആരാം സേ പാനി ആകെ. ആരാം സേ പാനി ആ ഗയാ. ശരി എന്താണോ ഓക്കെ ഇത് കുറച്ച് സിമ്പിൾ ആയി പോയി സുരേഷ് ചേട്ടാ. അല്ല ഇതിപ്പോ ഇത്രയും വലുതായിട്ടാണ്. ഇനി ഈസി ആയിട്ടാണ് ഒരെണ്ണം പറയണം. ഓക്കെ പ്രശ്നമാണിത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിച്ചാലും പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എത്ര ദിവസമായിട്ട് പറയണമെന്ന്? അല്ലല്ല പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. അതല്ല ദാ ശ്രദ്ധിച്ചു കേട്ടോ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഓക്കേ. പഠിക്കരുത്. പറഞ്ഞോ. പഠിക്കേണ്ടതായ കാര്യങ്ങൾ താങ്ക് യു രാജാവേ ഷെഡ്യൂൾ പറഞ്ഞാൽ മതി. താങ്ക് യു. അടുത്ത ടാസ്ക് തുടങ്ങി സുമേഷ് പറഞ്ഞില്ല. ഇല്ലില്ല ഇത് തന്നെയാണ് വാളെടുത്തവൻ വാളാണ്. പ്രത്യക്ഷമായ സുമേ ഒന്ന് കീച്ച് ചേട്ടന്റെ ചമ്മല് മാറട്ടെ. എന്ത് പറയാൻ? പഴന്തോട്ടം വാഴും ബാവ മഹാരാജ അരുൾ ചെയ്യുന്നു. പഴന്തോട്ടം വാഴും വാവ മഹാരാജാവ് അരുൾ ചൊല്ലുന്നു. പ്രജയുടെ പ്രത്യക്ഷമായ ഈ മണിമേടയിൽ വന്ന് ആക്രോശിച്ചാൽ മുതിര ഉരുളും പോലെ നിന്റെ ശിരസ് കട്ട കൊക്കിട്ട മുട്ട പോലെ ഇടന്നുരുളും. ആദ്യളിയാ നീ സൂപ്പർ. തിരിച്ചു പോകൂ, ഒന്നു പോകൂ ഓമലാളേ.